എടാ, നീയും നിന്റെ പണവും ബാപ്പാക്കുള്ളതാണ്. ബാപ്പുള്ളത് കൊണ്ടാണ് നീ ഉണ്ടായത്. ബാപ്പയാണ് നിന്നെ ഈ വലിപ്പത്തിൽ എത്തിച്ചത്. ബാപ്പയാണ് നിനക്ക് ചെലവാക്കിയത് കൊണ്ട് നീയും നിന്റെ സമ്പത്ത് മുഴുവൻ ബാപ്പാക്കുള്ളതാണ്. വേറൊരു ഹദീസുണ്ട്, ബാപ്പാന്റെ മുതലിൽ നിന്ന് മക്കൾക്ക് എന്ത് കൊടുക്കണമെങ്കിലും സമ്മതം ചോദിക്കണം. മക്കളുടെ സമ്പത്തിൽ നിന്ന് ബാപ്പാക്ക് എടുക്കാൻ സമ്മതം ചോദിക്കണ്ട. ബാപ്പയുടെ മുതൽ അത് മക്കളുടെ മുതലാണെങ്കിലും ബാപ്പയുടെ മുതൽ പോലെ തന്നെയാണ്. ഉമ്മാക്കെടുക്കാൻ മകന്റെ മുതൽ നിന്ന് പ്രത്യേകം ചോദിക്കൊന്നും വേണ്ട. ചുമ്മാന്റെ മുകളിൽ മകൻ എടുക്കണമെങ്കിൽ ചോദിക്കണം എന്നാ. ഇതൊക്കെ മറന്നിട്ടാ മക്കള് പെരുമാറുന്നത്. ഉമ്മാക്കൊരു 10 രൂപ കൊടുക്കാൻ വലിയ മടിയാ. മരുന്ന് വാങ്ങാൻ അമ്മ ചോദിച്ചവന് സമയം ഉണ്ടാവില്ല. കൂട്ടുകാരെ കൂടെ ഫാസ്റ്റ് ഫുഡ് അടിക്കാൻ രാത്രി തെണ്ടാൻ അവന് സമയം ഉണ്ടാവും. ആ സ്വഭാവം മക്കൾക്കുണ്ടെങ്കിൽ അവൻ നാശിക്കും, ഉറപ്പല്ലേ. അവന്റെ മനസ്സ് പിശാച് കീഴടക്കി. പിന്നെ അവൻ കള്ളിന്റെ ആളാവും, കഞ്ചാവിന്റെ ആളാവും, വൃത്തികേടാവും. കാരണം അവന്റെ ബാപ്പാന്റെയും ഉമ്മയുടെയും മനസ്സിൽ അവനോട് ചെറിയൊരു വെറുപ്പ് ഒടുങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരത് പ്രകടിപ്പിക്കൂല. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത് വാപ്പാരോടും ഉമ്മാരോടാണ് നിങ്ങളാ കേൾക്കേണ്ടത്. നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വൃത്തത്തിൽ നിന്ന് അകന്നു പോകുന്ന ചെറിയ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തല്ല ഈ ദുനിയാവിൽ വെച്ച് തരുന്ന ശിക്ഷയാണ്. നിങ്ങളൊരു പക്ഷേ മയക്കുമരുന്നിൽ പോയി പെട്ടത്. നിങ്ങൾ ഉദ്ദേശിച്ചതൊന്നല്ലത്. നിങ്ങൾ വല്ല കേസിലും കൊടുക്കുന്നത്, നിങ്ങൾ വല്ല വൃത്തികെട്ട പ്രവർത്തനത്തിലും ചെന്നപ്പെടുന്നത് നിങ്ങളതിനെ ആഗ്രഹിച്ചതുകൊണ്ടല്ല. നിങ്ങളങ്ങനെ അയിപ്പവും എന്താ കാരണം? നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ പിശാച് കയറിയിരുന്നിട്ടുണ്ട്. കാരണം എന്താ? ബാപ്പാനെയും ഉമ്മാനെയും നിങ്ങൾ വെറുപ്പിച്ചിട്ടുണ്ട്. ബാപ്പയെയും ഉമ്മയെയും വെറുപ്പിച്ചാൽ ദുന്യാവുന്നതിന്റെ ഫലം കിട്ടുന്നല്ലേ. ആ ഫലം ചിലപ്പോൾ ദുന്യാവുന്ന ഇങ്ങനെയൊക്കെ കിട്ടുക. മയക്കുമരുന്ന് അടിച്ചവൻ അവന്റെ ജീവിതം പോയില്ലേ. ഒരാൾ മയക്കുമരുന്നിന് അടിമയായാൽ അവന്റെ കുടുംബം പോയി, അവന്റെ മക്കൾ പോയി, അവന്റെ ജീവിതം മുഴുവൻ തുറഞ്ഞു പോയി. കയ്യിൽ കിട്ടിയ പായസം തികയില്ല. ഞാനതിലേക്ക് വരാം, ആ വിഷയത്തിലേക്ക് വരുന്നേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം ശരിക്കും. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരും വലുപ്പക്കാരും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മക്കളെ ഞാൻ ആദ്യം രക്ഷിതാക്കളോടാ പറയുന്നത്, ഈ കുട്ടി ആ ഒരു അവസ്ഥയിൽ എത്തിയത് എന്തുകൊണ്ടാണ്? നമ്മൾ അവർക്ക് ശരിക്കും ദീൻ കൊടുക്കാത്തതുകൊണ്ടാണ്. മക്കളെ, സ്വർഗം കണ്ടോ ആരോ അതല്ല ചിരിക്കണ്? ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ മനസ്സിനെ കൊണ്ടുവരുന്നത്. അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്. ഒരാൾ ഒരു പെണ്ണിനെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മനുഷ്യൻ നേടുന്ന നിധികളിൽ വെച്ച് ഏറ്റവും വലിയ നിധിയാണത്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നേടുന്ന ഏറ്റവും വലിയ നിധി എന്താൽ മർഅത്തു സ്വാലിഹ, നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണ് വീട്ടിൽ കുടുംബിനിയായി വരിക എന്നതാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൊണ്ടുവന്നാക്കിയ ഭാര്യയുണ്ടല്ലോ, അവിടെ നല്ല പെണ്ണാണെങ്കിൽ കുടുംബത്തെ ചേർത്ത് പിടിക്കും, എല്ലാ കാര്യവും ചെയ്യും. ഒരു ബുദ്ധിമുട്ടും വീട്ടിലുണ്ടാവില്ല, ഒരു ടെൻഷനും ഉണ്ടാവില്ല. വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റും.